ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന വരികൾ ഉരുവിട്ടാൽ ശിവഭഗവാൻ ഓടി വരുമെന്ന് വെച്ചാൽ ഭഗവാന്റെ ആ അനുഗ്രഹം നിങ്ങളിലേക്ക് തൽക്ഷണം തന്നെ വന്നു ചേരുമെന്നുള്ളതാണ്. കൂടെ ആര് വരും? മഹാലക്ഷ്മിയും കുബേരൻ്റെ അനുഗ്രഹവും വരും. പോരെ? ഇത്രയും പോരെ? ഇത് ആരുരുവിട്ടാലും ഭക്തിയോടെ ഇത് എങ്ങനെയാണ് ഉരുവിടേണ്ടത്? ഈ വരികൾ ലളിതമായ വരികളാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. അപാരമായ വശ്യവും ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരും. മഹാലക്ഷ്മിയുടെയും കുബേരൻ്റെയും ഒരു അദൃശ്യ സാന്നിധ്യവും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഭഗവാൻ അനുഗ്രഹമായി നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നടക്കും. അത്ഭുതകരമായ കാര്യമാണ് ഇത്. ഞാൻ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഇത് ഗുണമുണ്ടാകും. നിങ്ങളെല്ലാം ഭഗവാനെ അറിയട്ടെ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തന്നെ നമിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഇത് എല്ലാവരും അറിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് അറിയേണ്ടത്. അപ്പോഴേ ജീവിതത്തിനൊരർത്ഥമുള്ളൂ. അല്ല ആഹാരം കഴിക്കുക, കിടക്കുക, ഉറങ്ങുക, ജീവിക്കുക, ജോലി ചെയ്യുക, ഇതല്ല ജീവിതം. അത് ആവശ്യമാണ്. അതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ കൂടെ അറിയുമ്പോൾ, ആ ഈശ്വരനെ അറിയുമ്പോഴാണ് ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകുന്നത്. അത് വയസ്സാങ്കാലത്തല്ല അറിയേണ്ടത്. നമ്മൾ എപ്പോൾ മുതലാണോ നമുക്കതിനൊരു അവസരം കിട്ടുന്നത്, അപ്പോൾ മുതൽ ഈശ്വരനെ അറിഞ്ഞു തുടങ്ങണം. ഇത് പ്രായമാകുമ്പോഴും ഈശ്വരനെ വിളിക്കരുതെന്നല്ല പറഞ്ഞ് വിളിക്കണം. പക്ഷേ പ്രായമാകുമ്പോഴത്തേക്ക് മാറ്റി വെക്കരുത്. നിങ്ങൾ ഓരോ നിമിഷവുമായി ഈശ്വരനെ അറിയുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ മാറ്റം എന്ന് പറയുന്നത്. അതേ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ ഭൂമിയിൽ സമ്പാദിക്കുന്ന ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാനില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആരെങ്കിലും സമ്പാദിച്ചത് കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അവസാന കാലത്ത് അതേക്കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യമില്ല. പിന്നെ ഈ ഒരു വരികൾ ഉരുവിട്ടാൽ നിങ്ങൾക്ക് ലൗകികമായ സമ്പത്തും ഭൂമിയും ഐശ്വര്യവും പണവും പ്രതാപവും ഒക്കെ ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾ ഭഗവാനെ അറിയും എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾ ആ സത്യമായ ഈശ്വരനെ അറിയും എന്നുള്ളതാണ്. അപ്പം ആ പാർവതീദേവി അമ്മ ദിവ്യമാതാവിൻ്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, പരമേശ്വരൻ്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, ഗുരുക്കന്മാരുടെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്മ വരണേ ഈശ്വര എന്ന പ്രാർത്ഥനയിൽ ഞാനിത് പറഞ്ഞു തരികയാണ്. നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് ഒരു വീട്ടിൽ ചില ചെടികൾ എവിടെയൊക്കെ വയ്ക്കാം, അതുപോലെ നമ്മൾ കിടന്നുറങ്ങുന്ന എങ്ങനെ ഉറങ്ങണം, പിന്നെ അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. വീട്ടിൽ ഉറപ്പായിട്ടും രാവിലെ ജപിക്കേണ്ട ചില മന്ത്രങ്ങൾ, ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ദയവായിട്ട് മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഇത് മിസ് ചെയ്യരുത്. അതുപോലുള്ള കാര്യങ്ങൾ, ദിവ്യമായ അറിവുകളാണ് പറയുന്നത്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതാദ്യം പറയുകയാണ്, അറ്റം മൂലം കണ്ടിട്ട് പോകരുത്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ആവശ്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളും നന്മയുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ചിലപ്പോൾ ആവർത്തി ചെയ്യേണ്ടി വരും, വിശ്വാസത്തോട് ചെയ്യേണ്ടി വരും, പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യേണ്ടി വരും. അത് പറഞ്ഞിട്ടേ ഞാൻ വർക്ക് എടുക്കത്തുള്ളൂ. അവിടെ ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ഫോൺ എടുത്ത് വിളിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയുകയാണ്. ഇത് നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ്. ഞാൻ ഫ്രീ ആകാറേ ഇല്ല. അതുകൊണ്ടാണ് ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ദിവസവും പറഞ്ഞിട്ടും മിക്കവാറും 10 മിനിറ്റ് ഇടവിട്ട് 64 മിസ് കോളൊക്കെയാണ് ചിലവ് വരുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ചിലപ്പോഴൊക്കെ ഇത്രയും പറഞ്ഞിട്ടും. അപ്പോൾ ഇനി ആളുകൾക്ക് മനസ്സിലാകാത്തതാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ സത്യസന്ധമായ സാഹചര്യമാണ് പറയുന്നത്. വാട്സപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ട് ചുരുക്കിയിട്ടാൽ ഞാൻ എനിക്കറിയാം നല്ല കാര്യം പറഞ്ഞുതരാം. അതിന് ഫീസൊന്നുമില്ല. പിന്നെ വിശകലനം ചെയ്യുന്നവരുടെ കാര്യമാണ് ഇത് പറഞ്ഞത്. അതിനൊരു നിശ്ചിത ഫീസുണ്ട്. അത് ഹസ്തരേഖയും സംഖ്യാജ്യോതിഷം ഗ്രഹനിലയാണ്. ഞാൻ പറഞ്ഞു തരുന്ന ഭദ്രകാളി രഹസ്യങ്ങളായിക്കോട്ടെ, ശിവരഹസ്യങ്ങളായിക്കോട്ടെ, ശരണോൽവിദ്യ ആയിക്കോട്ടെ, ലോകത്തിലാരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ കേൾക്കുമ്പോൾ അറിയാമല്ലോ. നല്ല കാര്യങ്ങളാണല്ലോ. ഒരു മനുഷ്യന് ജീവിതത്തിൽ അറിയേണ്ട, ചെയ്യേണ്ട നന്മയുള്ള കാര്യങ്ങളാണ്. നന്മ മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ആവശ്യമുള്ളവർ വീഡിയോ കണ്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. വിശകലനം ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുപോലെയാണ് രീതി. ധൃതി വെച്ചിട്ട് കാര്യമില്ല. സാഹചര്യം പറഞ്ഞെന്നുള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പോഴേ ആ വരികൾ ഇതാണ്. നിങ്ങൾ മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. വീഡിയോ മുഴുവൻ നിങ്ങൾ കേൾക്കണം കേട്ടോ, എന്നിട്ടേ ചെയ്യാവുള്ളൂ.
ചാടിക്കയറി ചെയ്യരുത്, ചാടിക്കയറി സ്കിപ്പായിട്ട് വീഡിയോ പോവുകയും ചെയ്യരുത്. കാരണം ഫലം ഉണ്ടാകണമെങ്കിൽ അതുകൊണ്ട് പറഞ്ഞതാണ്. നമശിവായ, ശിവായ നമ, യനമ ശിവ, മശിവായന, വയ നമശി. അപ്പോൾ ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം. നിങ്ങൾ അതുകൂടെ നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. ഒന്നുകൂടെ ഞാൻ ജപിക്കാം. നമശിവായ, ശിവായ നമ, യനമ ശിവ, മശിവായന, വയ നമശി. ഇതാണ് വരികൾ. ഇത് എങ്ങനെ ജപിക്കണമെന്ന് പറഞ്ഞുതരാം. ജപിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇത് കണ്ടല്ലോ, നിങ്ങളത് കാണിക്കുകയോടെ ചെയ്യാം. നമശിവായ, ശിവായ നമ, നമശിവായ, ശിവായ നമ, യനമ ശിവ, മശിവായന, വയ നമശി. ഇതാണ് കേട്ടോ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വീഡിയോയുടെ താഴെ കൂടെ ഞാൻ എഴുതിയിട്ടേക്കാം. അതോടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഇതെങ്ങനെ ജപിക്കണം, അതാണ് അതിൻ്റെ ഏറ്റവും. ഒരു വിദ്യ അറിഞ്ഞാൽ പോരാ, അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയുന്നതിലാണ് കാര്യം. നമുക്ക് അവിടെ നിന്നൊക്കെ വിദ്യകൾ അല്ലെ പുസ്തകത്തിൽ നിന്നൊക്കെ ഉണ്ട്, അത് പ്രയോഗിക്കേണ്ട രീതിയിലാണ് കാര്യം. അതെങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞ് രാവിലെ ഇത് ജപിക്കാം. ഇത് ജപിക്കുമ്പോൾ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ജപിക്കണം. കൈയും കാലും മുഖം കഴുകിട്ടോ അല്ലെങ്കിൽ കുളിച്ചിട്ടോ ചെയ്യാവുള്ളൂ. നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ചൊല്ലിയാൽ മതി. ഇത് ജപിക്കുമ്പോൾ മനസ്സ് ജപിക്കുക. വാ കൊണ്ട് ഒരു തവണ അല്ലെങ്കിൽ 3 തവണ ജപിക്കുക. പിന്നീട് എപ്പം ജപിച്ചാലും മനസ്സിലായിരിക്കണം. ആദ്യം ഒരു 3 തവണ അല്ലെങ്കിൽ ഒരു തവണ, 3 തവണ ആയിക്കോട്ടെ വാ കൊണ്ട് ജപിക്കുക. പിന്നെ മനസ്സിലേ ജപിക്കാവുള്ളൂ ആ ദിവസം മുഴുവൻ. ആദ്യം 3 തവണ വാ കൊണ്ട് ജപിക്കുക. ഇത് ജപിക്കുന്നതിന് മുമ്പേ പാർവതി ദേവിയുടെ പാദങ്ങളെ നിങ്ങൾ സ്മരിക്കുക. അമ്മേ പാർവതി ദേവി, ലോകമാതാവേ, ദിവ്യമാതാവേ, ആദിപരാശക്തി, അവിടുത്തെ പാദങ്ങളിൽ കോടി 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 പ്രണാമം, മഹത്വം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ശേഷം ഇത് ജപിക്കാൻ തുടങ്ങുക. അങ്ങനെ ജപിക്കുമ്പോഴത് ഫലം ഉണ്ടാകുക. അമ്മയാണ് എല്ലാം. അമ്മയെ അറിഞ്ഞാലേ എല്ലാം അറിയത്തുള്ളൂ. അവിടെയാണ് അതിൻ്റെ വഴി കിടക്കുന്നത്, താക്കോൽ. അമ്മയിലൂടെ എത്താൻ പറ്റത്തുള്ളൂ ശിവന് ഡയറക്റ്റ് ഒന്നും എത്താൻ പറ്റത്തില്ല. മനസ്സിലായത്? അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അത് ശരിയായിട്ട് മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് ജീവിതത്തിൽ ഏതൊരു വിദ്യയും പ്രയോജനപ്പെടുന്നത്. ചുമ്മാ പലതും പറയും, പക്ഷെ അതൊന്നും ശരിയായിരിക്കണമെന്നല്ല. ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ റിസൾട്ട് വരും. ഇപ്പോൾ ഇന്ന് എനിക്കൊരു അമ്മ മെസ്സേജ് ചെയ്തു, അവർ സ്ഥലവും വീടും വാങ്ങിക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. ഞാൻ പേപ്പർ എഴുതി ഭിത്തിയിൽ ഒട്ടിക്കുന്ന ഒരു വിദ്യ പറഞ്ഞായിരുന്നു, അത് ചെയ്തതാണ്. അത് കറക്റ്റായതുകൊണ്ടാണ് ഫലം കിട്ടുന്നത്. പിന്നെ അവർ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടും വിശ്വാസത്തോടെ ചെയ്തുകൊണ്ടും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണല്ല. നമ്മൾ ശരിയായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അത് റിസൾട്ട് ഉണ്ടാകും. ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ റിസൾട്ടും ഉണ്ടാകത്തില്ല. പിന്നെ നല്ല കാര്യങ്ങൾ അറിയുക കൂടി വേണം. നിങ്ങളിപ്പം ഈ പറയുന്ന പല കാര്യങ്ങളും ഒരു ബുക്ക് എടുത്ത് എഴുതി വെക്കുക. ബുക്കിൽ എഴുതി വെക്കുന്ന നല്ലതാണ് ഇത്തരം അറിവുകൾ. അപ്പം ഇത് നിങ്ങൾ ഇനിയും ഈ 5 വരികൾ നിങ്ങൾ ആദ്യം പാർവതീദേവിയെ പ്രാർത്ഥിക്കുക, മനസ്സോട് പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ നിങ്ങൾ വാ കൊണ്ട് 1 തവണയോ 3 തവണയോ ജപിക്കണം. പിന്നെ മനസ്സിൽ ജപിക്കണം. പിന്നെ ഒരു ദിവസം തന്നെ പല തവണ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇത് മനസ്സിൽ ജപിച്ചുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടിയിലിരിക്കുമ്പോഴോ ജോലിക്കടയിലോ ഒന്നും ചെയ്യേണ്ട. ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ദിവസവും ചെയ്യുക. അത്ഭുതകരമായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഭഗവാൻ സാധിച്ചു തരും. അപ്പോൾ നിങ്ങളൊരു സ്ഥലം പോയി കാണുക, ഇത് മനസ്സിൽ ജപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ, സാധ്യത ഉണ്ടെങ്കിൽ ഭഗവാൻ അത് നടത്തിത്തരും. നിങ്ങൾക്കതിലെന്തെങ്കിലും നിങ്ങളുടെ കർമ്മം അനുസരിച്ച് അനുഭവം ഉണ്ടെങ്കിൽ ഏത് കാര്യവും ഭഗവാൻ നിങ്ങൾക്ക് നടത്തിത്തരും. വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നിങ്ങൾ സന്തോഷവാനായിരിക്കും എപ്പോഴും. നിങ്ങളുടെ ആ സന്തോഷത്തെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് കളിയാക്കിയാലോ ഒന്നും നിങ്ങളുടെ സന്തോഷം ഇല്ലാതാകത്തില്ല. സാധാരണ മനുഷ്യരുടെ സന്തോഷം എന്ന് വെച്ചാൽ ഒരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കുന്നു, നല്ല യാത്ര ചെയ്യുന്നു, ഒക്കെയാണ് സന്തോഷം. ആ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാകും. എന്നാൽ ഈ മന്ത്രം ജപിച്ചുള്ളിലുണ്ടാകുന്ന സന്തോഷം ഒരിക്കലും അവസാനിക്കത്തില്ല. മാത്രമല്ല ഇത് അപാരമായ വശ്യവുമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ സമ്പത്തും സമൃദ്ധിയും നിങ്ങളിലേക്ക് ആകർഷിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാൻ നിങ്ങളിലേക്ക് ഓടി വരും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ ഉള്ളിൽ ഭഗവാന്റെ അനുഗ്രഹം. ഇത് ജപിക്കുന്നത് ഭഗവാൻ ഇതിനോളം ഏറ്റവും വലിയ വിദ്യകളിൽ ഒന്നാണ് ഈ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. തൽക്കാലം നിങ്ങളത് അറിയണ്ട, നിങ്ങളിത് ജപിച്ചാൽ മതി. നമശിവായ, നകാരം മകാരം ശികാരം ബകാരം, നകാരം മകാരം ശികാരം ബകാരം യകാരം. ഇതിനുള്ളിൽ ഈ പ്രപഞ്ചം മുഴുവനുണ്ട്. ഇതിനുള്ളിൽ എല്ലാം ഉണ്ട്.
സമസ്തവുമുണ്ട്. ഇത് തന്നെയാണ് ശിവൻ, ഇത് തന്നെയാണ് പ്രപഞ്ചം, ഇത് തന്നെയാണ് സമസ്തവും, ഇതിലില്ലാത്തതൊന്നുമില്ല. അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് ഓരോ അക്ഷരത്തിനും ഓരോ രഹസ്യങ്ങളുണ്ട്. പഞ്ചഭൂതങ്ങളെ മാത്രമല്ല, അത് പല പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ നിങ്ങളിപ്പം ഇത് ചെല്ലുക, ഇതിൻ്റെ അകത്ത് സർവ്വതുമുണ്ട്. ഇത് നിങ്ങളുടെ ഉള്ളിലെ ആ ശിവബോധത്തെ തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ശിവനെയാണ് നിങ്ങൾ അറിയുന്നത്. അതറിയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. നമ്മുടെ ഉള്ളിലെ ശക്തിയെ, നമ്മുടെ ഉള്ളിലെ ഈശ്വരബോധത്തെ അറിയുമ്പോഴേ നമ്മൾ മാറത്തുള്ളൂ. നമ്മൾ ഈ അമ്പലത്തിൽ പോകണം, ദൈവത്തെ വിളിക്കണം, അങ്ങനെ പ്രപഞ്ചത്തിലുള്ള പ്രപഞ്ചബോധമായ ഈശ്വരനെ അറിയണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ബോധത്തെ കൂടെ അറിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് പൂർണ്ണത ഉണ്ടാകുന്നത്. ഇത് നിങ്ങളിങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശത്രുദോഷമായിക്കോട്ടെ, വർഷങ്ങളായിട്ടുള്ള കുടുംബദോഷമായിക്കോട്ടെ, പ്രാക്കുദോഷമായിക്കോട്ടെ, വല്ലവരും വല്ല കാര്യങ്ങളും നിങ്ങൾക്കെതിരെ വല്ല പ്രവൃത്തികളും ചെയ്ത ആ പ്രവൃത്തി ദോഷമായിക്കോട്ടെ, സർപ്പദോഷമായിക്കോട്ടെ, ഒരു ദോഷവും നിങ്ങളെ ബാധിക്കത്തില്ല. കാരണം ഭഗവാനാണ് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ ആർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അനാദിയായ ആ ശിവനെ ഭക്തി കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ സ്മരിക്കുകയാണ്. ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിൻ്റെ, അപാരമായ അനുഗ്രഹത്തിൻ്റെ ഒരംശം നമ്മളിൽ എത്തുകയാണ്. അത് മതി നമുക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ടായി വരാൻ. അത്ഭുതമായ കാര്യമാണ് കേട്ടോ. നിങ്ങളിത് ജപിച്ചു നോക്കിയാൽ അപാരമായ വശ്യം ഉണ്ടാകും. നിങ്ങളെ അതുവരെ അറിയാവുന്നിട്ട് പോലും കണ്ടിട്ട് മിണ്ടാത്തവർ ഇങ്ങോട്ട് കയറി സംസാരിക്കും. പരിചയമില്ലാത്തവർ പോലും ചിലപ്പോൾ ചിരിച്ച് കാണിച്ച് എന്നൊക്കെ ചോദിച്ചൊന്നിരിക്കും. ചെയ്ത് നോക്കാം, അപ്പം മനസ്സിലാകും. ഞാൻ പറയുന്നതിനകത്ത് അല്ല, അത് ചെയ്തു നോക്കാൻ മനസ്സിലാവും. ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക. ഇനി ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ചയും നിങ്ങളുടെ പക്കനാളിനും പാർവതി ദേവിക്ക് ഒരു പിൻവളക്കിന് രസീതെടുത്ത്, പിന്നെ ശിവഭഗവാന് പാൽപ്പായസവും അല്പം നെയ്യും കൂടെ സമർപ്പിച്ച് ഭഗവാനോടും അമ്മയോടും ഭഗവാനോടും എല്ലാം നൽകിയ അനുഗ്രഹങ്ങൾക്കും കോടി നന്ദിയും മഹത്വവും പറയണം കേട്ടോ. അതുകൂടെ ചെയ്യുമ്പോഴാണ് നമുക്കത് പൂർണ്ണമാകത്തുള്ളൂ. കാരണം നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഭഗവാനോടും അമ്മയോടും നന്ദി പറയണം. കാരണം ഇത് ഞാൻ പറഞ്ഞു തരുന്ന എൻ്റെ കഴിവൊന്നുമില്ല, എനിക്കൊരറിവുമില്ല, സത്യമായിട്ടാണ് പറയുന്നത്. ഞാൻ ശൂന്യത ധ്യാനിക്കുന്ന ആളാണ്, എനിക്ക് അറിവിൻ്റെ ഭാരമൊന്നുമില്ല. ഭഗവാൻ തരുന്നു, നിങ്ങൾക്കോട് പറയുന്നു, പിന്നെ ഞാനങ്ങ് മറന്നു, പിന്നെ ആ ശൂന്യതയിലാണ് ഞാൻ ധ്യാനിക്കുന്നത്. ഇതെല്ലാം ഭഗവാന്റെ അമ്മയുടെ അനുഗ്രഹമാണ്. അപ്പം ഭഗവാനും അമ്മയ്ക്ക് നമ്മൾ നന്ദി പറയുക, ശിവഭഗവാനും പാർവതി ദേവിക്കും. അതാണ് അതിൻ്റെ കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അപാരമായ അനുഗ്രഹങ്ങൾ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് അറിയുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ കാണാൻ പറ്റുന്നതും ഒരു ദൈവാനുഗ്രഹമാണ്. അപ്പം നിങ്ങളെല്ലാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാനൊരു കാര്യം പറയാം. എപ്പോഴും ഓം നർപ്പവി 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 ഒന്നുകൂടെ പറയാം. ഓം നർപ്പവി എന്ന് വെച്ചാൽ നല്ലത് പവിക്കട്ടെ എന്നാണ്. പായ പറയുന്നത്, പവി. നാ നമശിവായുടെ നാ. ഇറില്ലേ, നർ. പാലോ എന്നുള്ളതിനെ പാ. വി വാ എഴുതി വള്ളി എഴുതുന്നത്. നർപ്പവി. ഓം നർപ്പവി എന്ന് ആദ്യം ജപിക്കണം. പിന്നെ നർപ്പവി, ഓം ഇല്ലാതെ നർപ്പവി, വീണ്ടും നർപ്പവി. ഇത് വാ കൊണ്ട് ജപിക്കണം. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കണം. ഇതൊരു സിദ്ധ മന്ത്രമാണ്. ജീവിതത്തിൽ എല്ലാം നല്ലത് തന്നെ വന്നുകൊണ്ടിരിക്കും വിശ്വാസത്തോടെ ചെയ്ത. കാകാ പുശുണ്ടർ എന്ന് പറഞ്ഞാൽ സിദ്ധന്മാരുടെ സിദ്ധനായ മഹാസിദ്ധൻ്റെ മന്ത്രമാണ്. അനുഗ്രഹം കിട്ടുന്ന മന്ത്രമാണ്. അദ്ദേഹം നമ്മളെ ലീഡ് ചെയ്യും, നയിക്കും. ഇത് നിങ്ങൾക്ക് ഇതുകൂടെ നിങ്ങൾ ചെയ്യുക. ഇനിയും ഇതോടൊപ്പം നിങ്ങൾ പറ്റുന്ന രീതിയിൽ ദാനധർമ്മങ്ങളും മറ്റുള്ളവരെ സഹായിക്കുന്നതും നല്ല കാര്യം കൂടെ ചെയ്തോണം കേട്ടോ. അതുകൂടെ ചെയ്തോണം. കാരണം ഇതെല്ലാം ഈശ്വര്യമായ ദിവ്യമായ അറിവുകളും ദിവ്യമായ കാര്യങ്ങളുമാണ്. ഈ വീടുകളിൽ ഐശ്വര്യം ഉണ്ടാകാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതായത് നമ്മൾ വീട്ടിലെപ്പോഴും എള്ളെണ്ണ ഉപയോഗിക്കാൻ നല്ലതാണ്. ശനി ഭഗവാന്റെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാകും. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച മാത്രം നെയ്യ് ഉപയോഗിക്കുക, സമ്പത്തുണ്ടാവും. തിങ്കളാഴ്ച വീടിൻ്റെ ആ വിളക്കിന് മുന്നേ നിന്ന് ശിവനാമവും എല്ലാം ജപിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പല വീഡിയോ പറഞ്ഞിട്ടുള്ളൂ. തിങ്കളാഴ്ച ശിവനാമം കൂടുതൽ ജപിക്കണം. ശിവായ നമ. സമ്പത്തുണ്ടായി വരും കേട്ടോ. ആ നെയ്വിളക്കിന് മുന്നേ നിന്ന് എല്ലാ ദിവസവും ജപിക്കണം. തിങ്കളാഴ്ച അല്പം കൂടുതൽ ജപിക്കണം. പിന്നെ തിങ്കളാഴ്ച വൈകുന്ന പാടും അതുപോലെ തന്നെ ജപിക്കണം കേട്ടോ. രാവിലെയും ജപിക്കണം, വൈകുന്ന പാടും ജപിക്കണം. തിങ്കളാഴ്ച മാത്രം നെയ്യ് ഉപയോഗിച്ച് കത്തിക്കുക. ബാക്കിയുള്ള എല്ലാ ദിവസവും എള്ളെണ്ണ ഉപയോഗിക്കാം. ചില രഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ അറിയണം. മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യണം. വിശ്വാസം അപ്പോഴേ മാറ്റം വരത്തില്ല. അല്ല ചുമ്മാ അതും ഇതൊന്നും കേട്ടാൽ ഒന്നും ജീവിതത്തിൽ മാറ്റം വരത്തില്ല. പലരും പറയും, പക്ഷെ അതൊക്കെ അവരവരുടെ അഭിപ്രായങ്ങളും ഒക്കെ. അതൊന്നും ശരിയാകണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ, അനുഭവമുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. അതാണ് ചെയ്യേണ്ടത്. മുല്ല, തെച്ചി, തുളസി ഇത്യാദി ചെടികൾ വീടിൻ്റെ കിഴക്ക് തെറ്റി വെക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്.
പിന്നെ വീടിൻ്റെ കിഴക്ക് ദിക്കിൽ കഴിവതും വള്ളിയുള്ള ചെടികൾ വെക്കാതിരിക്കുക. നല്ലതാണ് വെക്കാതിരിക്കണം. വള്ളിയുള്ള ചെടികൾ പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക, നല്ലതാണ്. പിന്നെ തെച്ചിയെ, മുല്ല, തുളസി ഈ ചെടികളൊക്കെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ നമ്മൾ കിടക്കുമ്പോഴെപ്പോഴും ഒന്നുകിൽ കിഴക്ക് ദിക്കിലേക്ക് തല വെച്ച് കിടക്കുന്നത് വളരെ ഐശ്വര്യം ഉണ്ടാവും, അല്ലെങ്കിൽ തെക്ക് ദിക്കിലേക്ക് തല വെച്ച് കിടക്കാം. വടക്കോട്ട് തല വെക്കരുത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമുക്ക് കൂടുതൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. പിന്നെ ഈ നമ്മൾ വീട്ടിൽ രാവിലെ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ചൊല്ലാം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പലതും ചൊല്ലുന്നുമുണ്ട്. അതിനോടൊപ്പം നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി ഞാൻ പറയുന്നത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. ഓം നമോ നാരായണായ ജപിച്ചിരിക്കണം. ഈ ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്, ഓം നമോ നാരായണായ. ഈ പലരും അങ്ങനെ ജപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏതൊരു കണക്ക് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഓം നമോ നാരായണായ അത്രേ പാടുള്ളൂ. കാരണം ഓം നാ മോ നാ രാ യാ നാ യ എത്ര അക്ഷരം വന്നു? 8 അക്ഷരം. അപ്പോഴാണ് അഷ്ടാക്ഷരമാകുന്നത്, ആ കണക്ക് വെക്കുന്നത്. മാത്രമല്ല ഓം നമോ നാരായണായ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഓം ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഓം എന്ന് വെച്ചാൽ പരബ്രഹ്മം. അപ്പോഴാണ് അതിന് പവർ, ആ യഥാർത്ഥ അതിൻ്റെ ഫലം ലഭിക്കുന്നത്. അത് മനസ്സിലാക്കി നിങ്ങളൊന്ന് ജപിച്ചു നോക്കി, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. അപ്പോൾ ഓം നമോ നാരായണായ രാവിലെ ജപിക്കണം. എങ്ങനെ ജപിക്കണം? നിങ്ങളുടെ പാദം മനസ്സിൽ കണ്ടുകൊണ്ട് ഓം എന്ന് ജപിക്കുക. പാദം മുതൽ മുട്ട് വരെയുള്ള ഭാഗം മനസ്സിൽ കണ്ടുകൊണ്ട് നാ എന്ന് ജപിക്കുക. മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം മനസ്സിൽ കണ്ടാൽ മതി, നോക്കുകയൊന്നും വേണ്ട, മോ എന്ന് ജപിക്കുക. അരക്കെട്ട് മുതൽ നെഞ്ചിൻ്റെ താഴെ വരെയുള്ള ഭാഗം സങ്കല്പിച്ച് നമോ നാ എന്ന് ജപിക്കുക. നെഞ്ചിൻ്റെ അവിടെ മുതൽ കഴുത്തിൻ്റെ അവിടം വരെ സങ്കല്പിച്ച് രാ എന്ന് ജപിക്കുക. കഴുത്ത് സങ്കല്പിച്ച് നാ എന്ന് ജപിക്കുക. നാ എന്ന് ജപിക്കുക. ഒന്നുകൂടെ പറയാം. പാദം സങ്കല്പിച്ച് ഓം എന്ന് ജപിക്കുക. പാദം മുതൽ മുട്ടിൻ്റെ അവിടെ വരെയുള്ള ഭാഗം സങ്കല്പിച്ച് നാ എന്ന് ജപിക്കുക. മുട്ടിൻ്റെ അവിടെ മുതൽ അരക്കെട്ട് വരെ സങ്കല്പിച്ച് മോ എന്ന് ജപിക്കുക. അപ്പോൾ ഓം നാ മോ. ഇനിയും അരക്കെട്ടിൻ്റെ അവിടെ മുതൽ അരക്കെട്ടിൻ്റെ അവിടെ മുതൽ നെഞ്ചിൻ്റെ താഴെ വരെ ചിന്തിച്ച് നാ എന്ന് ജപിക്കുക. നെഞ്ചിൻ്റെ ഭാഗം മുഴുവൻ ചിന്തിച്ച്, അതായത് കഴുത്തിൻ്റെ താഴെ വരെ ചിന്തിച്ച് രാ എന്ന് ജപിക്കുക. ഓം നാ മോ നാ രാ യാ. ഈ പെടലി കഴുത്ത് ചിന്തിച്ച് യാ എന്ന് ജപിക്കുക. ഓം നമോ നാ രാ യാ. അപ്പം യാ. മുഖം ചിന്തിച്ച് നാ, ഉച്ച ചിന്തിച്ച് യാ. അപ്പോൾ ഓം നമോ നാരായണായ ഇങ്ങനെ ചൊല്ലുക. ഇങ്ങനെ ചൊല്ലിയാലുള്ള ഫലം എന്താണ്? ഇതിൻ്റെ അപ്പുറത്തൊരു ജപമില്ല. അക്ഷരങ്ങൾ, മന്ത്രാക്ഷരങ്ങൾ നമ്മുടെ ശരീരവുമായിട്ട് ലയിക്കുകയാണ്. മന്ത്രബോധം ആയിത്തീരുകയാണ് നമ്മൾ ആ നമ്മുടെ ഊർജ്ജ ശരീരം മന്ത്രബോധവുമായി ലയിക്കുകയാണ്. ഇങ്ങനെ നിങ്ങളത് ജപിച്ചു നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം കുട്ടികളുണ്ടായിക്കോട്ടെ, അവരൊക്കെ ഇച്ചിരി പ്രശ്നക്കാരാണ്, അല്ലെ പറഞ്ഞാൽ അനുസരിക്കുന്നത്, അവരെ ചിന്തിച്ചു ഇങ്ങനെ ജപിക്കാം. ഇനി ഭാര്യയ്ക്ക് ഭർത്താവിനെ ചിന്തിച്ച് ജപിക്കാം. ഭർത്താവ് നല്ല സ്വഭാവമാകും, അദ്ദേഹത്തിന് ഏറ്റവും ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഭർത്താവിനും ഭാര്യയെ ചിന്തിച്ച് ജപിക്കാം, അവരും നല്ല സ്വഭാവമാകും, ഏറ്റവും നല്ല ഐശ്വര്യങ്ങളും ഉണ്ടാകും. മറ്റൊരു വ്യക്തിയെ ചിന്തിച്ച് ജപിച്ചപ്പോൾ ആ വ്യക്തി പോലും സ്വഭാവം നന്നാകും, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. നമുക്ക് സ്വയം ചെയ്യാം. ഇങ്ങനെ ഓം നമോ നാരായണ എന്ന് മനസ്സിലാക്കി നോക്കിക്കുക. അറിയേണ്ട പോലെ അറിയണം, അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ കുറേ അവിടെ നിന്ന് ഇവിടുന്ന് കുറേ കാര്യങ്ങളോ കുറേ കഥകളോ ഒക്കെ കേട്ടുകൊണ്ട് നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് ജീവിതം മാറണമെങ്കിൽ ജീവിതം മാറേണ്ട കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്യുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അവിടെ തൊട്ട് ജീവിതം മാറും. അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം. ഇനി നിങ്ങൾ നിർബന്ധമായി രാമമന്ത്രം ജപിക്കണം. എങ്ങനെ രാമമന്ത്രം ജപിക്കണം? ഓം ശ്രീരാമ രാമ 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 എന്ന് ഭാഗം കൊണ്ട് ജപിക്കണം. ഓം ശ്രീരാമ രാമ 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 രാമ. ഇത് എങ്ങനെ ജപിക്കണം? നട്ടലിൻ്റെ താഴെ മുതൽ നിങ്ങൾ ഉച്ചി വരെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ സുഷുമ്ന നട്ടലിൻ്റെ താഴെ മുതൽ ഉച്ചി വരെയുള്ള ആ ഭാഗം, ആ നട്ടൽ ഉൾപ്പെടെയുള്ള ഭാഗം മനസ്സിൽ കണ്ടുകൊണ്ട്
ഓം ശ്രീരാമ രാമ 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 രാമ. ഈ രാമ രാമ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ജപിക്കണം. കുറേ ചെല്ലുമ്പോൾ മര 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 മരാന്ന് പോകണ്ട. ഞാൻ പറഞ്ഞ രീതിയിൽ അങ്ങനെ പോകണ്ട. രാമ എന്നുള്ളത് വ്യക്തമായിട്ട് ഉച്ചരിച്ചിരിക്കണം. ഓം പതുക്കെ ചെല്ലിയാൽ മതി, ധൃതി വെക്കണ്ട. ഇവിടെ നമുക്ക് ഇവിടെ ധൃതിക്ക് വെച്ചിട്ട് പോകേണ്ട കാര്യങ്ങളൊന്നും ഉള്ളപ്പം ചെയ്യേണ്ട, സാവധാനം ചെയ്താൽ മതി. ഓം ശ്രീരാമ രാമ 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 രാമ. ഓരോ രാമയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അധികം സ്പീഡിലൊന്നും പോകണ്ട. ഈ രാമ എന്നുള്ളത് മാ ദീർഘമായിട്ട് പറയണം. രാമ 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 രാമ. അപ്പോൾ രാമ 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 എന്ന് പറയുമ്പം ആ മായ്ക്ക് ദീർഘം വേണ്ട. അവസാനം നമ്മളിത് പറഞ്ഞ് നിർത്തുമ്പം, അപ്പോൾ സാധാരണ രാമ രാമ എന്ന് ജപിക്കുമ്പോൾ മായ്ക്ക് ദീർഘം വേണ്ട. ഓം ശ്രീരാമ രാമ 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 രാമ. അപ്പോൾ രാമ രാമ മായ്ക്ക് ദീർഘം വേണ്ട, സാധാരണ പോലെ രാമ എന്ന് പറഞ്ഞാൽ മതി. അവസാനം ഇത് ചെയ്ത് നമ്മൾ നിർത്തുമ്പം രാമ 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 3 തവണ വിളിക്കണം. ആ വിളിയാണ് അത് രാമൻ കേൾക്കും. അതെങ്ങനെയാണ് രാമൻ കേൾക്കുന്നത്? രാ എന്ന് ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ അപാനൻ എന്ന് പറഞ്ഞ വായു, മലമൂത്ര വിസർജനാദികളെ സഹായിക്കുന്ന ദശപ്രാണനിൽ ഒന്നായ അപാനൻ, ആ അപാനനിൽ നിന്നും പ്രാണനിലേക്ക് മാ എന്ന് ദീർഘിപ്പിക്കുമ്പോൾ പ്രാണൻ അവിടെ നെഞ്ചിലാണ്. ആ അപാനനിൽ വയറ്റിൽ നിന്നും ആ അപാനനിൽ നിന്നും പ്രാണനിലേക്ക് നെഞ്ചിലേക്ക് ഒരു ഊർജ പ്രവാഹം ഉണ്ടാകും ഓട്ടോമാറ്റിക്കായിട്ട്. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ഉണ്ടായി അത് നേരെ സഹസ്രാരത്തിലൂടെ പ്രപഞ്ചത്തിലേക്ക് വ്യാപിക്കും. രാമ എന്ന് ദീർഘമായിട്ട് വിളിക്കുമ്പോൾ ഇതാണ് രാമമന്ത്രത്തിൻ്റെ രഹസ്യം. ഇതൊക്കെയാണ് അറിയേണ്ടത്. അല്ലാതെ കുറേ കഥകൾ പറയുന്നതോ കഥകൾ കേട്ടുകൊണ്ടോ ഒന്നും നമ്മൾ മാറാൻ പോകുന്നില്ല. പക്ഷെ കേൾക്കണം. കഥകളിലെ സാരാംശം മനസ്സിലാക്കുന്ന നല്ലതാണ്, പക്ഷെ അതിൻ്റെ മാത്രം പുറകെ പോകരുത്. ഇതുപോലെ ചെയ്യേണ്ട ചില വിദ്യകളുണ്ട്, അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാറും, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരനെ അനുഭവിക്കും. ഇനിയും ശിവമന്ത്രവും ജപിക്കണം. അതെങ്ങനെ ജപിക്കണമെന്നറിയോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ജപിക്കാം. നമ്മൾ ശിവായ എല്ലാം ജപിക്കാം. ഞാൻ ഈ പറയുന്ന രീതിയിൽ കൂടെ പറ്റുകയാണ് ജപിക്കുക. ശിവ 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 എന്ന് 2 പ്രാവശ്യം ഉച്ചരിക്കും. ശിവ 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 ശിവ. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം ഉച്ചരിക്കാം. ശിവ ശിവ എന്ന് ജപിച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ശിവ ശിവ എന്ന് ഉച്ചരിക്കണം. 2 ശിവ ശിവ ഒന്നിച്ച് പറയണം. ശിവ 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 ശിവ. ഇതും എല്ലാം ഒരു മിനിറ്റ് 1/2 മിനിറ്റ് പറ്റുന്ന പോലെ ഇതെല്ലാം ജപിച്ചാൽ മതി. എന്നിട്ട് മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിക്കുക. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം എന്നുള്ള ഹ്രീം എന്നുള്ള ഹായ. പിന്നെ അപ്പോൾ ഇത്രയും ചെല്ലുക. ഇത് നിങ്ങൾ ചെല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങളിത് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നതേ ഉള്ളൂ, അതൊരു അറിവിന് വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ മിക്കവാറും ഇതൊക്കെ പലരും ജപിക്കുന്നതാണ്. ഞാൻ തന്നെ പറഞ്ഞ് പലരും ജപിക്കുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇനിയും നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ ചൊല്ലിയിട്ടും ഇത് 1 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ ചെയ്യാവുന്ന കാര്യമുള്ളൂ. മൊത്തം നിങ്ങൾക്ക് ചെയ്യാം, രാവിലെ ചെയ്യാം, സൗകര്യം പോലെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ വേണം നിർബന്ധമായിട്ടും. 18-ാം പടിയുള്ള വെങ്കടാചലപതിയുടെ ഒരു ഫോട്ടോ വേണം. വെണ്ണ തിന്നുന്ന ഈ ഉണ്ണിക്കണ്ണൻ വെണ്ണ തിന്നുമ്പോൾ വായി കൂടി ഇങ്ങനെ ഒലിക്കുന്ന ഒരു ഫോട്ടോ അത് വേണം. ഈ 3 ഫോട്ടോയും വെച്ച് രാവിലെ പോയിട്ട് ഒരു തട്ടത്തിൽ കർപ്പൂരം വെച്ച് 3 ഫോട്ടോയുടെ മുന്നിലും കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കണം. ഓരോ കർപ്പൂരം വെച്ച് ഇത് രാവിലെ പോയിട്ടും ചെയ്യണം. ഇത്രയൊക്കെ ചെയ്ത് നോക്കിയാൽ ആ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ എത്ര വലിയ മാറ്റങ്ങളായിരിക്കും അറിയാം. ചുമ്മാ കുറേ കാര്യങ്ങളുടെ പുറകെ പോയിട്ടൊന്നും കാര്യമില്ല. കുറേ കാര്യങ്ങൾ ചുമ്മാ കേട്ടിട്ടോ ചുമ്മാ ഒന്നും ഒരു കാര്യം മാറ്റാൻ പോകുന്നില്ല. ഞാനൊന്നല്ല, ആര് പറഞ്ഞാലും നല്ല കാര്യങ്ങൾ, നമ്മുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മുടെ ഒരു അറിവ് നമ്മുടെ ജീവിതം മാറ്റണമെങ്കിൽ ആ അറിവിന് ജീവിതം മാറ്റാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. അപ്പോഴേ അറിവിന് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റത്തുള്ളൂ. ഈ നമശിവായ തന്നെ അറിഞ്ഞ് ജപിച്ചാൽ മതി എവറിത്തിങ്. പക്ഷെ അറിഞ്ഞ് ജപിക്കണം, ഭഗവാനുള്ള ഭക്തി വേണം, അത്രയും. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ, ഇതുപോലെ നല്ല കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. ഈ ഓം നർപ്പവി 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 എന്നുള്ള മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കുക, വാഗോണ്ട് ചൊല്ലുക. വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും കേട്ടോ. ഇതെല്ലാം സിദ്ധർ വഴിയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തിരുമൂലരുടെ ശിവമന്ത്രം ജപിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓം ശിവായ നമ യന്നവാശിമ മവായ നശി ശിയ നമവ വശിമയന. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭം ശിവോഹം, ഗുരും പരം ശിവോഹം. ഓം ശിവം സർവം ശിവോഹം. ഓം മുരുക, ഗുരുമുരുക, അരുൾമുരുക, ആനന്ദമുരുക, ശിവശക്തി ബാലകന, ഷൺമുഖ ഷടാധര, എൻ്റെ വാക്കിലും ഓർമ്മയിലും കാത്തുകൊള്ളാനും നിലനിൽക്കാനും ഓം ഐം ഹ്രീം വേൽ കാക്ക സ്വാഹ. മുരുകൻ വരും, മുരുകൻ വരും. ഇനി ഇത് മന്ത്രം എന്നോട് ചോദിച്ചേക്കരുത്, ഇത് ആവശ്യമുള്ളവർ കേട്ട് എഴുതി ജപിച്ചോണം കേട്ടോ. ഇതൊക്കെ അങ്ങനെ കേട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആവശ്യമുള്ളവർ കേട്ട് മനസ്സിലാക്കി വീഡിയോ നോക്കി ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കി ആ മന്ത്രം കിട്ടുമല്ലോ. ആവശ്യമുള്ളവർ ജപിക്കുക. വാട്സപ്പ് ചെയ്യുന്ന ഇതാണെന്ന് ഈ പറയേണ്ട എഴുതേണ്ടാണ് എഴുതി ഇട്ട് തന്നതിന്. ഇത് നിങ്ങൾ കേട്ട് ആവശ്യമുള്ളവർ ജപിക്കുക. എഴുതിയിടുന്നുണ്ട്, ആ ശിവമന്ത്രം എഴുതിയിടുന്നുണ്ട് കേട്ടോ. അത് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു ഭഗവാനുള്ള സമർപ്പണമായിട്ട് ഈ മന്ത്രം ജപിച്ചതാണ് മുരുകനോട്. അത് ഭഗവാന് നമ്മുടെ എല്ലാമാണല്ലോ. മുരുകൻ 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 എല്ലാമാണ്. മുരുകൻ ശിവനാണ്, ശിവചൈതന്യമാണ്. മുരുകൻ ഒരിക്കലും ഗർഭപാത്രത്തിൽ നിന്ന് പിറവിയെടുത്തതല്ല, ശിവൻ്റെ ചൈതന്യം തന്നെയാണ്. പാർവതി ദേവിയുടെ ശക്തി തന്നെയാണ്. ലോക ഗുരുവ, പരമസത്യമാ, നിത്യപുണ്യമാ, സുബ്രഹ്മണ്യനാ. സുബ്രഹ്മണ്യ ശ്രേഷ്ഠമായ ബ്രഹ്മമാണ്, ലോക ഗുരുവാണ്. ഭഗവാനെ എപ്പോഴും ഞാൻ സ്മരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാകട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഞാനീ പറയുന്ന കേൾക്കുന്നതിന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും കേട്ടോ. ഈ ഓം നർപ്പവി 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 എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതുതന്നെ ഒരു പുണ്യമാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.